നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കൊട്ടാരക്കര ബാർ അസോസിയേഷന്റെ ഈ വർഷത്തെ വാർഷികാഘോഷവും വിവിധ ആദരിക്കൽ ചടങ്ങുകളും അസോസിയേഷൻ ഹാളിൽ വെച്ച് നടന്നു. ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് തോമസ് വർഗീസ് സ്വാഗതം ആശംസിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് രഞ്ജി മത്തായി അധ്യക്ഷത വഹിച്ച ചടങ്ങ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് കെ ബാബു ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അസോസിയേഷൻ അംഗങ്ങളെ ഫാമിലി കോടതി ജഡ്ജി ശ്രീ ഹരി ആർ ചന്ദ്രനും വിദ്യാർത്ഥികളെ SC/ST സ്പെഷ്യൽ കോടതി ജഡ്ജി ശ്രീ ജയകൃഷ്ണൻ ആറും ആദരിച്ചു. പുതിയ അംഗങ്ങളെ ഉൾപ്പെടുത്തുന്ന ചടങ്ങ് അഡീഷണൽ സെഷൻസ് ജഡ്ജി ശ്രീമതി റീനാദാസ് TR, ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജി ശ്രീമതി നൈന KV, സബ് ജഡ്ജി ശ്രീ A ഷാനവാസ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. തുടർന്ന് 2026 പുതിയ ഭാരവാഹികളെ അഡ്വക്കേറ്റ് രഞ്ജി മത്തായി പരിചയപ്പെടുത്തി. ചടങ്ങിൽ മുൻസിഫ് മജിസ്ട്രേറ്റ് ശ്രീ ഫസൽ റഹ്മാൻ, മജിസ്ട്രേറ്റുമാരായ ശ്രീ സൂരജ് S, ശ്രീ അർജുൻ രാജ് ER എന്നിവരും മുതിർന്ന അഭിഭാഷകരും ആശംസകൾ അർപ്പിച്ചു. നമ്മുടെ ബഹുമാനപ്പെട്ട ജുഡീഷ്യൽ ഓഫീസേഴ്സ്, കൊട്ടാരക്കര ബാർ അസോസിയേഷൻ്റെ എല്ലാ അംഗങ്ങളുമേ, പ്രിയപ്പെട്ടവരെ, കൊട്ടാരക്കര ബാർ അസോസിയേഷൻ്റെ 2025-26 ആനുവൽ ഡേ സെലിബ്രേഷൻ ആരംഭിക്കുകയാണ്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിട്ട് നമ്മുടെ ബാർ അസോസിയേഷൻ്റെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് രഞ്ജി മത്തായി അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രൗഢഗംഭീരമായ ഈ ചടങ്ങ് നമുക്ക് ആരംഭിക്കാം. ആദ്യമായി ഈശ്വര പ്രാർത്ഥനയ്ക്കായിട്ട് അഡ്വക്കേറ്റ് അതുല്യ S രാജനെ ക്ഷണിക്കുകയാണ്. ചൈതന്യമേ, നിത്യ ചൈതന്യമേ, കൈകൾ കൂപ്പുന്നു സമ്പൂർണ്ണ സന്നിധിയിൽ. മതജാതി വർണ്ണങ്ങൾ എല്ലാം മറന്നേക മനസ്സായി നമിക്കുന്നു ജാതാന്തരം. ചൈതന്യമേ, നിത്യ ചൈതന്യമേ, കൈകൾ കൂപ്പുന്നു സമ്പൂർണ്ണ സന്നിധിയിൽ. മതജാതി വർണ്ണങ്ങൾ എല്ലാം മറന്നേക മനസ്സായി നമിക്കുന്നു ജാതാന്തരം. സെലിബ്രേഷൻ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യാമെന്നേറ്റ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കൊട്ടാരക്കര ബാർ അസോസിയേഷൻ്റെ മുൻ അംഗവും നമ്മുടെ കേരള ഹൈക്കോടതിയുടെ ജഡ്ജിയുമായ ആദരണീയനായ ശ്രീ K ബാബു സാറ്, നമ്മുടെ ചാർജുള്ള ജഡ്ജി ശ്രീ ഫാമിലി കോടതി ജഡ്ജി ശ്രീ ഹരി ആർ ചന്ദ്രൻ സാറ്, നമ്മുടെ ജയകൃഷ്ണൻ സാറ്, റീനാദാസ് മാഡം, നൈന KV മാഡം, നമ്മുടെ ജുഡീഷ്യൽ ഓഫീസർമാരായ മജിസ്ട്രേറ്റുമാരായ ഫാസിൽ റഹ്മാൻ സാറ്, സൂരജ് സാറ്, അർജുൻ രാജ് സാർ, അതുപോലെ തന്നെ നമ്മുടെ ബാർ അസോസിയേഷൻ്റെ മുൻ പ്രസിഡൻ്റായിരുന്ന ശ്രീ N ഉഷസ് കുമാർ അവർകൾ, ശ്രീ ഷാജി നമ്മുടെ AGP, ശ്രീ ഷുഗു C തോമസ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ, കൊട്ടാരക്കര ബാർ അസോസിയേഷൻ്റെ ഭാരവാഹികൾ, ബഹുമാന്യരായ സീനിയർ അഭിഭാഷകർ, കൊട്ടാരക്കര ബാർ അസോസിയേഷൻ്റെ അംഗങ്ങൾ, ബഹുമാന്യരായ പ്രിയപ്പെട്ട കോടതി ജീവനക്കാർ, മറ്റ് വിശിഷ്ട വ്യക്തികളെ, കൊട്ടാരക്കര ബാർ അസോസിയേഷൻ്റെ 2025 വർഷത്തെ ഭരണസമിതിയുടെ ഔപചാരികമായ പ്രവർത്തനങ്ങളുടെ ഒരു സമാപനത്തിന് കൂടിയാണ് ഈ വേദി. അവസാന ഭാഗത്തിലേക്ക് കടന്നുമാണ്. ഒരു ക്ഷമാപണം ആദ്യമേ തന്നെ നടത്തുകയാണ്. ഡിസംബർ മാസത്തിലായിരുന്നു നമ്മുടെ ആനുവലെല്ലാം നടന്നു വന്നിരുന്നത്. എന്നാൽ കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ഡിസംബർ മാസം തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും നമ്മുടെ കൊട്ടാരക്കര ബാർ അസോസിയേഷനിലെ എക്സിക്യൂട്ടീവ് ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള 20ഓളം പേർ മത്സരരംഗത്തേക്ക് മാറിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ആനുവൽ പ്രോഗ്രാം അല്പം നീണ്ടുപോയി. അതുപോലെ തന്നെ ഇലക്ഷനും. എന്നിരുന്നാൽ തന്നെയും ആ ഇലക്ഷൻ പ്രക്രിയയുടെ ഭാഗമായി കൊട്ടാരക്കര ബാർ അസോസിയേഷനിലെ 12 പേര് ജനപ്രതിനിധികളായി നമുക്കുള്ളത് നമുക്കൊരു മുതൽക്കൂട്ടാണ് എന്ന് തന്നെ നമുക്ക് പറയുന്നതിന് സാധിക്കും. 2025 വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ എടുത്തു നോക്കുമ്പോൾ ചരിത്രത്തിലാദ്യമായി കൊട്ടാരക്കര ബാർ അസോസിയേഷന് തിരഞ്ഞെടുപ്പിലൂടെ 2 പ്രസിഡന്റുമാരെ സൃഷ്ടിക്കാൻ കഴിഞ്ഞ ഒരു തിരഞ്ഞെടുപ്പായിരുന്നു. ഒരേ തുല്യത തരത്തിലുള്ള വോട്ട് വന്നപ്പോൾ 2 പേരും ഏറെ സന്തോഷത്തോടു കൂടി അത് 6 മാസം സ്വീകരിച്ചുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ച ഒരു കാലഘട്ടവും കൂടിയാണ്.
പൂർണ്ണമായും തൃപ്തി നൽകിയ ഒരു വർഷമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് നമുക്ക് പറയുന്നതിന് സാധിക്കും. അനാവശ്യമായ വിവാദങ്ങളും അനാവശ്യമായ ചില വാദപ്രതിവാദങ്ങളും ഒക്കെ കൂടി ആകെ കലുഷിതമായ ഒരു വർഷമാണ് നമുക്ക് ഈ കഴിഞ്ഞ വർഷം കടന്നുപോയത്. അതോടൊപ്പം തന്നെ വിധിയുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വളരെ സീനിയറായ പ്രഗത്ഭരായ അഭിഭാഷകരെ പെട്ടെന്ന് നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. എന്നാൽ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം ചെറുതല്ലാത്ത പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഈ കമ്മിറ്റിക്ക് സാധിച്ചു എന്ന് നിസ്സംശയം പറയുന്നതിന് സാധിക്കും. കോടതികളും പുതിയ കെട്ടിടങ്ങളും നേടാൻ നമ്മൾ ശ്രമിക്കുക. ഞാൻ അഭിഭാഷകനായി 94 വരുമ്പോൾ ഉള്ള സാഹചര്യത്തിൽ നിന്ന് വളരെ മാറ്റങ്ങളുണ്ട്. 2007 ഞാൻ ജഡ്ജായി പോകുമ്പോൾ ഉണ്ടായിരുന്നതിനേക്കാളും വളരെ മെച്ചപ്പെട്ട സാഹചര്യങ്ങളാണുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നത് പുതിയ കെട്ടിടത്തിൻ്റെ അപ്രൂവലൊക്കെ ആയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഫണ്ടും അനുവദിച്ചിട്ടുള്ളതായിട്ടാണ് ഞാൻ മനസ്സിലാക്കി. ഒരുപാട് ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രതിനിധികളായിട്ടിവിടെ വന്നിട്ടുണ്ട്. അവർക്കെല്ലാം കൂടി ചേർന്ന് കൊട്ടാരക്കര വളരെ മെച്ചപ്പെട്ട ഒരു സെൻറ്ററായി വികസിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് എൻ്റെ കൂടി ഒരു സ്വകാര്യ ആഗ്രഹമായി ഞാൻ ഉൾക്കൊള്ളുകയാണ്. ഇവിടെ ഇന്ന് 60ഓളം പുതിയ കുട്ടികൾ തൊഴിലിലേക്ക് വരികയാണ്. പുതുതായി ഈ രംഗത്തേക്ക് വന്നവരെ ഞാൻ സന്തോഷത്തോടെ അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ്. നമ്മുടെ തൊഴിൽ വളരെ നോബിളായ ഒരു പ്രൊഫഷനാണ്. ആ തൊഴിലിൻ്റെ നൊബിലിറ്റി മറ്റ് പല പ്രൊഫഷണലുകളിലും ലഭ്യമല്ലാത്തതാണ്. അധ്വാനമാണ് അതിനകത്ത്. എനിക്കവരോട് പറയാനുള്ളത്, കഠിനാധ്വാനമാണ് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. പ്രതിഫലം പ്രതീക്ഷിച്ച് മാത്രം തൊഴിൽ നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങളുടെ വളർച്ചയെ ചിലപ്പോൾ അത് ബാധിച്ചേക്കാം. അടുത്ത കാലത്ത് ഫാലിയസ് നരിമാൻ സൂചിപ്പിച്ചതുപോലെ പ്രതിമാസ ശമ്പളം ലഭിക്കാത്തത് കൊണ്ടാണ് അഭിഭാഷകൻ്റെ ക്വാളിറ്റിയും വർദ്ധിക്കുന്നത്. നിങ്ങൾക്ക് പ്രതിമാസം അല്ലെങ്കിൽ ഒരു പ്രതിഫലം ലഭിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ വർക്കിൻ്റെ ക്വാളിറ്റി ഔട്ട്പുട്ട് കുറയാൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയാണ്. നമ്മൾ ക്വാളിറ്റേറ്റീവായി നിങ്ങൾക്ക് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ട്. എല്ലാ വിധിന്യായങ്ങൾക്ക് പിന്നിലും, എത്ര സെലിബ്രേറ്റഡായ ജഡ്ജ്മെൻറ്റ്സിൻ്റെ പിന്നിലും അഭിഭാഷകൻ്റെ സംഭാവനയാണ് പ്രധാനം. ന്യായാധിപൻ്റെ പങ്കിനേക്കാൾ പ്രാധാന്യം അഭിഭാഷകൻ്റെ പങ്കാണ്. ജസ്റ്റിസ് കൃഷ്ണയർ ഒരിക്കൽ സൂചിപ്പിച്ചത് ഓർക്കുന്നുണ്ട്. ഇല്ലിറ്ററസി ഓഫ് ദ ബെഞ്ച് ഈസ് ദ ഡയറക്റ്റ് കോൺട്രിബ്യൂഷൻ ഓഫ് ദി ഇല്ലിറ്ററസി ഓഫ് ദ ബാർ. അപ്പം നിങ്ങളുടെ സംഭാവനയാണ് ഏറ്റവും വലുത്. നിങ്ങൾ കഠിനമായി അധ്വാനിക്കുക. ഈ തൊഴിലിൽ നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്കൊരിക്കലും തൊഴിൽ സർവൈവ് ചെയ്യാൻ കഴിയത്തില്ല എന്നൊരു തോന്നൽ എനിക്കുണ്ടായിട്ടില്ല. ഒരുപക്ഷേ ന്യായാധിപനായിരിക്കുന്ന ജോലിയേക്കാൾ കൂടുതൽ ഞാൻ ഇപ്പോഴും ഇഷ്ടപ്പെടുന്നത് അഭിഭാഷകനാകാനാണ്. ശരി, ആ പാഷൻ എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. ശരി, അപ്പം ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ വളരെ ആത്മവിശ്വാസത്തോടെ സധൈര്യം ഈ പ്രൊഫഷനിലേക്ക് വരിക. ഈ പ്രൊഫഷനിൽ പുതുതായി വരുന്നവരും മനസ്സിലാക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ ഉള്ളത്, നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത് മനുഷ്യൻ്റെ ജീവനാണ്, ജീവിതമാണ്. അതിൽ നിങ്ങളുടെ അതീവ ശ്രദ്ധ ആവശ്യമാണ്. അതിൽ ഒരു കമ്പാഷൻ നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഉണ്ടാകും. ആ കമ്പാഷൻ ഇല്ലെങ്കിൽ നമ്മുടെ തൊഴിലിൻ്റെ നൊബിലിറ്റിയാണ് നഷ്ടപ്പെടുന്നത്. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക്
ഒരു ഉപഹാരം നൽകുക എന്നുള്ളതാണ്. ജനപ്രതിനിധികളെന്ന രീതിയിൽ ബഹുമാന്യനായ സെക്രട്ടറിയും പ്രസിഡന്റും സൂചിപ്പിച്ചതുപോലെ ഈ കോടതി പ്രവർത്തനത്തിൻ്റെ സമുച്ചയത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും മറ്റു എല്ലാവിധ കാര്യങ്ങൾക്കും ജനപ്രതിനിധികളെന്നുള്ള രീതിയിൽ എല്ലാവിധ സഹായ സഹകരണങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. അങ്ങനെ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചിരുന്നു. കൊട്ടാരക്കര ബാർ അസോസിയേഷനെ നയിക്കാൻ വേണ്ടിയിട്ട് ഈ കഴിഞ്ഞ 20-ാം തീയതി നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ചവരാണ്. കൊട്ടാരക്കര ബാർ അസോസിയേഷൻ്റെ പ്രസിഡന്റായി അഡ്വക്കേറ്റ് ജി ചന്ദ്രശേഖരൻ പിള്ള. അദ്ദേഹത്തെ യാതൊരുപൂർവ്വം ഫ്രണ്ടിലേക്ക് ക്ഷണിക്കുകയാണ്. വൈസ് പ്രസിഡന്റായി അഡ്വക്കേറ്റ് ടി ജി ഗിരിജാകുമാരി. കൊട്ടാരക്കര ബാർ അസോസിയേഷൻ്റെ 2026 സെക്രട്ടറി അഡ്വക്കേറ്റ് കെ വിനോദ് കുമാർ. ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് ബൈജു വി. ബൈജു. ട്രഷററായി അഡ്വക്കേറ്റ് പി കെ അർജുനൻ സാർ. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് രാഹുൽ വി പിള്ളൈ. അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ശ്രീ അശോക്. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് വനിതാ പ്രതിനിധികളായി അഡ്വക്കേറ്റ് ലക്ഷ്മി ആർ നായർ, അഡ്വക്കേറ്റ് ശ്രീരംഗ എസ് വി. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട കൊട്ടാരക്കര ബാർ അസോസിയേഷന്റെ 2026 ഭാരവാഹികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും ഭംഗിയായ രീതിയിൽ പ്രവർത്തിക്കുവാൻ അവർക്ക് കഴിയുമാറാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. അഭിഭാഷകരെ സംബന്ധിച്ച് കൊട്ടാരക്കര കോർട്ട് സിറ്റിലെ അഭിഭാഷകരെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്തു തീർക്കാനുണ്ട്. ബഹുമാന്യനായ നമ്മുടെ മുൻസിഫ് ഫാസിൽ സാർ ഇവിടെ ഇരിപ്പുണ്ട്. ഏതാണ്ട് എൻ്റെ അറിവിൽ ഒരു 2000-ഓളം കേസുകളാണ് അവിടെ ഉള്ളത്. 3900 കേസുകളാണ് അവിടെ ഉള്ളത്. തീർച്ചയായിട്ടും ഒരു അഡീഷണൽ മുനിസിപ്പൽ കോടതിയുടെ ആവശ്യകത അത്യന്താപേക്ഷിതമാണ് കൊട്ടാരക്കര എന്നുള്ള യാതൊരു സംശയവും. അതുപോലെ തന്നെ MACT ഫയലിംഗ് അഡീഷണൽ ജില്ലാ കോടതിയുടെ ആവശ്യകത, അതുപോലെ നമ്മുടെ ഈ കോർട്ട് ഈ കെട്ടിടം പണിയുന്നതിൻ്റെ കാര്യം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെയ്തു തീർക്കുവാനുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങളുടെ പരമാവധി ശ്രമിക്കും, അത് നടത്തിയിരിക്കും എന്ന് ബഹുമാന്യരായ ഈ സദസ്സിൽ ഞാൻ ഉറപ്പ് നൽകുന്നു. ഞങ്ങൾ അതിനുവേണ്ടി ഇന്ന് 2-ാം തീയതി ചാർജ് എടുക്കുകയാണ്. 2-ാം തീയതി മുതൽ തീർച്ചയായിട്ടും അത് നടത്തിയിരിക്കും എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ സംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. പുതുതായി എൻറോൾ ചെയ്ത് ഈ നോബൽ പ്രൊഫഷനിലേക്ക് പ്രവേശിക്കപ്പെട്ടിട്ടുള്ള മുഴുവൻ അഭിഭാഷകർക്കും ഈ സെൻട്രലിൻ്റെ അഭിമാന താരങ്ങളായി മാറുവാൻ കഴിയുന്ന നിലയിലേക്ക് അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ മികവും ഉയർന്നു വരട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ ആദരവ് അല്ലെങ്കിൽ നേടിയിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥികളും മെച്ചപ്പെട്ട തുടർ വിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസം നേടി ആ രംഗത്ത് മികച്ച വിജയം കൈവരിക്കുവാൻ അവരെ സഹായിക്കട്ടെ, അവർക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങിനും അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന ഭരണസമിതിക്കും എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
ഞാൻ സത്യത്തിൽ ഇങ്ങനെ ഒരു യോഗത്തിൽ പങ്കെടുക്കുമെന്ന് ഇപ്പോൾ ഇവിടെ വന്നിട്ടാണ് അറിഞ്ഞത്. സാധാരണഗതിയിൽ അത്യാവശ്യം രാഷ്ട്രീയപരമായി പ്രവർത്തനമുള്ളവളായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇവിടെ വന്നപ്പോൾ രഞ്ജി മുത്തായി എന്നെ വിളിച്ചു, ഷുബുജി പറയുന്നത്. ഞാൻ എന്ത് കാര്യം? കാരണം ഒരു സാമാന്യ മര്യാദ എന്ന് പറയുന്നത് ഞാൻ ഇതിനകത്ത് ആശംസാ പ്രസംഗം ഉണ്ട് എങ്കിൽ എന്നെ ഒന്ന് അറിയിക്കുക, ഷുബു ഒന്ന് ആശംസയുണ്ട് എന്ന് അറിയിക്കുക എന്നുള്ള ആ സാമാന്യ പോളിസി കാണിക്കേണ്ടതായിരുന്നു എന്ന് എനിക്ക് ഈ ഭരണസമിതിയോട് ഒന്ന് ഓർമ്മിപ്പിക്കാനുള്ളത്. അത് സ്വാഭാവികമാണ്. കാരണം സ്വാഭാവികമായിട്ട് ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന പലരും പല രാഷ്ട്രീയക്കാരായിരിക്കും. ഞാൻ പക്ഷേ ബാബു സാറിനെ കാണുന്നത് വെച്ചാൽ ഇസഡ് ജേക്കബുമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇല്ലേ സാർ, നമ്മുടെ ഇസഡ് ജേക്കബ്, ബാബു സാറിൻ്റെ ക്ലാസ്സിൽ പഠിച്ച ഇസഡ് ജേക്കബ്, അന്നത്തെ ഡൽഹി പഠിച്ച ഇസഡ് ജേക്കബുമായിട്ടാണ് 94-95 കാലങ്ങളിൽ ഞാൻ ബാബു സാറിനെ കാണുന്നത്. ഞാൻ വക്കീലല്ല. അന്ന് മുതൽ എനിക്ക് കൊട്ടാരക്കരയായിട്ട് അഭേദ്യമായി ബന്ധമുണ്ട്. ഞങ്ങൾ പുതുതായി 2-ാം തീയതി സ്ഥാനം ഏൽക്കാൻ പോകുന്ന ഭരണസമിതി അംഗങ്ങളാണ്. ഞങ്ങൾക്ക് 11 മാസക്കാലം മാത്രമേ പ്രവർത്തിക്കാൻ സമയം കിട്ടുകയുള്ളൂ. ഒട്ടനവധി ദൗത്യങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ ഞങ്ങളിൽ ഏൽപ്പിച്ചിട്ടാണ് പടികടന്നു പോകുന്ന ഭരണസമിതി പോകുന്നത്. അവർ തുടങ്ങി വെച്ചിട്ടുള്ള അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ ദൗത്യങ്ങൾ ഒക്കെ തന്നെ പൂർത്തീകരിക്കേണ്ടത് ഞങ്ങളുടെ ഒരു ബാധ്യതയാണ്. ഞങ്ങൾ സർവദാ സന്നദ്ധരായിരിക്കും അതിനു വേണ്ടിയിട്ട്. നിങ്ങളുടെ എല്ലാ പേരുടെയും സഹകരണവും സ്നേഹവും അകമഴിഞ്ഞ സഹായവും ഉണ്ടാകണം എന്ന് മാത്രം ഞാൻ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ഈ വർഷത്തെ ഭാരവാഹിത്വം ഇവിടുത്തെ അവസാനിക്കുമ്പോൾ 2-ാം തീയതി ആകുമ്പോഴത്തേനും മറ്റു ഭരണസമിതി ചുമതലയെടുക്കുകയാണ്. അവർക്കെല്ലാവർക്കും ഞാൻ എൻ്റെ പേരിലും ബാർ അസോസിയേഷൻ്റെ പേരിലും എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. അതോടൊപ്പം എൻറോൾ ചെയ്ത് ഈ വർഷം എൻറോൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ ആരംഭിച്ചിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഇപ്പം ബാബു സാർ പറഞ്ഞതുപോലെ നല്ല രീതിയിൽ പ്രാക്ടീസും ചെയ്ത് നല്ലതായിട്ട് അവർക്ക് ജുഡീഷ്യൽ ഓഫീസേഴ്സിൻ്റെ മറ്റ് ടെസ്റ്റുകൾക്കും ഒക്കെ പാസ്സാകാനുള്ള അവസരം ഉണ്ടാകട്ടെ. പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഞാൻ ഉൾപ്പെടെ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാവർക്കും നല്ലൊരു ഭരണം, അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞതുപോലെ നമുക്കും ഈ ബാർ അസോസിയേഷൻ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ സഹായിക്കട്ടെ. तव शुभ नामे जाहे